മതപഠനത്തിലൂടെ മനസ്സിലാക്കിയ ക്രിസ്തുമതം വിഭാവനം ചെയ്യുന്ന സ്വർഗമുണ്ടെന്ന് ഉറപ്പായാൽ താങ്കൾ അവിടെ പോകുമോ? ഉണ്ടെന്ന് ഉറപ്പായാൽ ഞാൻ പോകുമെന്ന് ചോദിച്ചാലേ അതിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. കാരണം ഞാൻ ഈ മതപഠനം നടത്തിയപ്പോൾ തന്നെ വീട്ടിൽ എല്ലാ ദിവസവും പ്രാർത്ഥനയുണ്ട്. അത് ഈ 53 ജപം 153 ജപം ചെല്ലുന്നുണ്ട്. അതായത് 3 രഹസ്യമാണെന്നുള്ള ഈ 3 രഹസ്യവും നന്മർജറിയ സുരേഷനേതെല്ലാം ചൊല്ലി, അതായത് പഠിച്ച് ഇതിന് പ്രാർത്ഥന മാത്രം ആവർത്തിച്ച് ഇങ്ങനെ ചെല്ലുക. എനിക്ക് ഏറ്റവും ബോറടിച്ചൊരു സംഭവമാണ്. അപ്പം ഞാൻ അന്വേഷിച്ച് നോക്കി പറയാം, സ്വർഗത്തിൽ ചെന്ന് ഇത് തന്നെയാണ് പരിപാടിയെന്ന്. അതായത് ദൈവത്തെ സ്തുതിക്കുക, അവിടെ പ്രത്യേകിച്ച് ആക്ടിവിറ്റി ഒന്നുമില്ല. അപ്പം എനിക്ക് സ്വർഗത്തിൽ പോകാനുള്ളൊരു ആഗ്രഹം പോയത് അങ്ങനെയാണ്. ഈ ഇത് ഉണ്ടെങ്കിൽ പോലും അന്ന് വിശ്വാസിയാണ്, ഞാൻ പോകത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഞാൻ പ്രതീക്ഷിച്ചത് ഈ ഗാന്ധിജിയും അല്ലെങ്കിൽ പോട്ടെ നെഹ്റു അംബേദ്കറൊക്കെ ഉള്ള നരകമായിരിക്കും നല്ലത്. അവിടെ എന്താണെങ്കിലും ഇവരൊക്കെ ഉണ്ടല്ലോ. പിന്നെ അവിടുത്തെ പറയുന്ന അവിടെ എൻ്റെ മതപഠനത്തിലൊക്കെ എന്നെ പഠിപ്പിച്ച് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവിടെ പോയ ഭയങ്കര പ്രശ്നമാണ്, തീയിലിട്ട് ഫ്രൈ. പക്ഷേ വേറെ ഉണ്ട്, പിശാജ് ഈ ബെൽസബൂൽ എന്ന് പറഞ്ഞ സാത്താൻ്റെ തലമുണ്ടല്ലോ, പുള്ളി നമ്മളെ ഓരോ പരിപാടിക്ക് അപ്പോൾ വേറെ ഉള്ളവരെയും കൂടെ അങ്ങോട്ട് കൊണ്ടുവരാനാണ് പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് ആളെ കൂടുതൽ കൊണ്ടുവന്ന് നമുക്ക് നല്ല സാധനമൊക്കെ തരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ശരിക്കും ഈ വിശ്വാസം നഷ്ടപ്പെടുത്തിയാൽ തന്നെ ആൾക്കാർ അവിടെ ചെല്ലും, അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യണ്ട. ഏറ്റവും വലിയ പാപം നിൻ്റെ കർത്താവ് ദൈവം ഞാനാവുന്ന ഞാനല്ല മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്, ആകാശത്തിൻ്റെ ഭൂമിയിൽ ആഴിക്കടിയുള്ള രൂപമോ സദൃശ്യം ഉണ്ടാക്കരുതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ദൈവത്തിൽ നിന്ന് മാറിയാൽ തന്നെ അവിടെ ചെല്ലും. അപ്പോൾ എന്തൊരു ആക്ടിവിറ്റിയൊക്കെ ഉള്ള ഒരു സ്വർഗ്ഗമായിരിക്കും, നരകമായിരിക്കും എനിക്ക് താല്പര്യം. പിന്നെ ഇതല്ല, വേറെ ചില മതങ്ങളൊക്കെ ആക്ടിവിറ്റിയുള്ള മതങ്ങൾ സ്വർഗ്ഗം പറയുന്നുണ്ട്, അതൊക്കെ ആണെങ്കിലും ഓക്കെ നോക്കാം. പക്ഷേ എന്തായാലും ക്രിസ്തുമതത്തിലെ സ്വർഗ്ഗത്തിനോട് വലിയ താല്പര്യമില്ല. അടുത്തത്